ഹായ് ഫ്രണ്ട്സ്, 2025 PSC നടത്തിയ പരീക്ഷകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി നമ്മൾ ചർച്ച ചെയ്ത് പോകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദി പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട്സ് വിത്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. ശരിയാണ്. ദി പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട്സ് വിത്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യൻ യൂണിയൻ. അങ്ങനെയുണ്ടോ? ഇന്ത്യൻ യൂണിയൻ എന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിയാമ്പിൾ ഇൻക്ലൂഡ്സ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. പ്രിയാമ്പിൾ ഇൻക്ലൂഡ്സ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒന്ന് നോക്കാം. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് തുടങ്ങുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് തുടങ്ങുന്നത്. ഭാരതത്തെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി എന്ന് പറയുമ്പോൾ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം, സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം ഈ വാക്കുകൾ വന്നിട്ടുണ്ട്. നീതി, സ്വാതന്ത്ര്യം, സമത്വം വന്നിട്ടുണ്ട്. അതുപോലെ ഐക്യവും അഖണ്ഡതയും എന്ന വാക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കാണാനായിട്ട് പറ്റും. അതുപോലെ ഡേറ്റ്, ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ചോദിക്കാറുണ്ട്. 1949 നവംബർ 26 അതുപോലെ താഴെ കൊടുത്തിട്ടുണ്ട് 1, 2 എന്ന് കൊടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന്. 1974 ഭരണഘടന 42 ഭേദഗതി ആക്ട് 2 വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത്. പിന്നെന്തൊക്കെയാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്? സ്ഥിതിസമത്വം, അതുപോലെ മതേതരം, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നുള്ളത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. മേൽപ്പറഞ്ഞ ആക്ട് 2 വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം ചേർത്തത് അതും കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 1977 ജനുവരി 3 42 ഭേദഗതി നിലവിൽ വരുന്നത്, പ്രാബല്യത്തിൽ വരുന്നത് എന്നും പറയുന്നുണ്ട്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ദി പ്രിയാമ്പിൾ? പ്രിയാമ്പിളിനെ കുറിച്ച് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഈസ് എ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? അല്ല. ഇന്ത്യ ഈസ് എ സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക്. അങ്ങനെ മാത്രമേ ഉള്ളൂ? അല്ല. ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരി. 3ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്നാണ് ആമുഖത്തിൽ പറയുന്നത്. അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യന്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ, മൗലിക കടമകളെ പറ്റിയാണ് 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദർ ആർ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 11 മൗലിക കടമകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ളത് എന്ന് പറയുന്നു. ശരിയാണ്. ആർട്ടിക്കിൾ 51A എൻലിസ്റ്റിംഗ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ശരിയാണ്. പാർട്ട് 4A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അതും ശരിയായിട്ടുള്ളതാണ്. ഇവിടെ അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നമുക്കറിയാം പാർട്ട് 4 എന്താണ്? പാർട്ട് 4 എന്താണ് പറയുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ്. പാർട്ട് 4A ആണെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റിയാണ്.
ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. ഇത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ് 42ാമത്തെ അമെൻമെൻറ്റ് 1976 42ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം കൂട്ടിച്ചേർത്തതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് എബൌട്ട് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, വായിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ഇൻസർട്ടഡ് ബൈ ദി 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ആണോ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്തത്, 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഈസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ശരിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്. അടുത്തത്, 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇൻസർട്ടഡ് വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസായിട്ടാണ് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ശരിയാണ്. വിദ്യാഭ്യാസം മൗലിക കടമയാണ് എന്ന് പറയുന്ന ഭേദഗതിയാണ് 86ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2, 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ശരി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് എബൌട്ട് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം ഈസ് അതർവൈസ് നോൺ ആസ് പ്രൊപ്പോസിഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം. ശരിയായിട്ടുള്ളതാണോ? അല്ല. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം പ്രൊപ്പോസിഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം എന്നും അറിയപ്പെടുന്നു. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം. സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം എന്നും ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം അറിയപ്പെടുന്നു. ശരിയാണ്. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം മീൻസ് പ്ലൂറാലിറ്റി സിസ്റ്റം. ശരിയാണ്. അപ്പം 2ഉം 3ഉം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ശരി. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദി പ്രൊവിഷൻസ് അഡോപ്റ്റഡ് ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്. ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ചാർട്ടേഴ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫ്രം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന്. അല്ല, മൗലിക അവകാശങ്ങൾ എവിടെ നിന്നും അഡോപ്റ്റ് ചെയ്തതാണ്? USA ആണ്. USA-യിൽ നിന്നാണ്. അപ്പം US കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുമാണ് മൗലിക അവകാശങ്ങൾ എന്നത് ഇന്ത്യ കടമെടുത്തത്. അടുത്തത്, ദി ഐഡിയ ഓഫ് റെസിഡ്യുവൽ പവേഴ്സ് ഫ്രം കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. റെസിഡ്യുവൽ പവേഴ്സ് എന്ന ഐഡിയ കടമെടുത്തത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്ന്. ശരിയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതും ശരിയായിട്ടുള്ളതാണ്. അപ്പം 2, 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ശരി. ബി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ്? US-ൽ നിന്നാണ് എന്ന് ഓർത്തിരിക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് എബൌട്ട് ദി റൈറ്റ് ടു പ്രോപ്പർട്ടി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. റൈറ്റ് ടു പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഒരു മൗലിക അവകാശമാണ് എന്ന് പറയുന്നു. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അണ്ടർ ആർട്ടിക്കിൾ 300A റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ സിമ്പിൾ ലീഗൽ റൈറ്റ്. ഒരു നിയമ അവകാശമാണ് എന്ന് പറയുന്നു. ശരിയാണ്. 44th അമെൻമെൻറ്റ് റിമൂവ്ഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്. 44ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം എടുത്തു മാറ്റിയത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന്, മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയത് എന്ന് പറയുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ 2ഉം 3ഉം സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, രാജ്യസഭയെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ദ രാജ്യസഭ റെപ്രസെൻറ്റ്സ് ദി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ശരിയാണ്. അടുത്തത്, രാജ്യസഭ ഈസ് ആൻ ഇൻഡയറക്ട്ലി എലക്റ്റഡ് ബോഡി. ഇൻഡയറക്ട്ലി എലക്റ്റഡ് ആണ്. ശരിയാണ്. ഓൾ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ഡു നോട്ട് കംപ്ലീറ്റ് ദെയർ ടേംസ് അറ്റ് ദി സെയിം ടൈം. എല്ലാ അംഗങ്ങളും, രാജ്യസഭയിലുള്ള എല്ലാ അംഗങ്ങളും
അവരുടെ ടേംസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരേ ടൈമിലല്ല എന്ന്. അല്ലല്ലോ, ഒരേ ടൈമിലല്ല. 2 വർഷം കൂടുമ്പോഴാണ് രാജ്യസഭാ അംഗങ്ങൾ മാറി മാറി വരുന്നത്. ഓരോരുത്തർക്കും 6 വർഷമാണ് ടേം കാലാവധി. അപ്പം ഓപ്ഷൻ ബി ആണ് ശരി, ഓൾ ഓഫ് ദി എബവ് ആണ്. അതുപോലെ രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. മെമ്പേഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ് എന്നും ഓർത്തിരിക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് പോക്സോ ആക്ട്? പോക്സോ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പോക്സോ സ്റ്റാൻഡ്സ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. ശരിയാണ്. പോക്സോ പ്രൊട്ടക്ട്സ് ഓൾ ഇൻഡിവിജ്വൽസ് മെയിൽ ഓർ ഫീമെയിൽ അണ്ടർ ദി ഏജ് ഓഫ് 18 ഇയേഴ്സ്. ശരിയായിട്ടുള്ളതാണ്. പ്രൊട്ടക്ട്സ് ചിൽഡ്രൻ ഫ്രം ഫിസിക്കൽ, ഇമോഷണൽ ഓർ സെക്ഷൽ അബ്യൂസ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരി, ഓൾ ഓഫ് ദി എബവ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് കാപ്പ? കാപ്പയായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, വായിക്കാം. കാപ്പ സ്റ്റാൻഡ്സ് ഫോർ കിഡ്നാപ്പിംഗ് ആൻഡ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. കാപ്പ കിഡ്നാപ്പിംഗ് ആൻഡ് അങ്ങനെയാണോ ഫുൾ ഫോം? അല്ല, കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് എന്നാണ് കാപ്പയുടെ ഫുൾ ഫോം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദി ആക്ട് എംപവേഴ്സ് ദി കേരള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ടു ഓർഡർ ദാറ്റ് എനി ഏരിയ ബി ഡിസ്റ്റർബ്ഡ്. ശരിയായിട്ടുള്ളതാണ്. എംപവേഴ്സ് ദ കേരള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ടു ഓർഡർ ദാറ്റ് എനി ഏരിയ ബി ഡിസ്റ്റർബ്ഡ്. ശരിയാണ്. ദി കേരള ഹൈക്കോർട്ട് ഹാസ് ക്ലാസിഫൈഡ് ദാറ്റ് കാപ്പ ലോ ക്യാൻ ഓൾസോ ബി ഇമ്പോസ്ഡ് ഓൺ ദി അക്യൂസ്ഡ് ഇൻ ഡ്രഗ് കേസസ്. ഡ്രഗ് കേസസിൽ ഇമ്പോസ് ചെയ്യാം എന്നുള്ളത് ശരിയാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 2ഉം 3ഉം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഹു ഈസ് നോൺ ആസ് ആന്ധ്ര കേസരി? ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ടി പ്രകാശമാണ് ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഇൻ റിലേറ്റഡ് ടു ബ്രഹ്മാനന്ദ ശിവയോഗി? ബ്രഹ്മാനന്ദ ശിവയോഗിയുമായിട്ട് ബന്ധപ്പെട്ട് 4 സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ശരിയായിട്ടുള്ളത് എഴുതാനാണ്. ഹി വാസ് ബോൺ ഓൺ 1842. അദ്ദേഹം ജനിച്ചത് 1842 എന്ന്. തെറ്റായിട്ടുള്ളതാണ്. 1852 ബ്രഹ്മാനന്ദ ശിവയോഗി ജനിക്കുന്നത്. 1852 ഓഗസ്റ്റ് 26 അദ്ദേഹം മരണപ്പെടുന്നത് 1929 ഹി വാസ് ദി ഫൗണ്ടർ ഓഫ് ആനന്ദ മഹാസഭ. ശരിയാണ്. ആനന്ദ മഹാസഭയുടെ ഫൗണ്ടറാണ്. ഹിസ് റിയൽ നെയിം വാസ് കുഞ്ഞൻ പിള്ള. കുഞ്ഞൻ പിള്ള എന്നതാണ് റിയൽ നെയിം എന്ന് പറയുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗോവിന്ദ മേനോൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഗോവിന്ദ മേനോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹത്തെ ചെറുപ്പത്തിൽ വിളിച്ചിരുന്നത് ഗോവിന്ദൻ കുട്ടി എന്നാണ്. ഗോവിന്ദൻ കുട്ടി എന്നാണ്. ഇനി അടുത്തത്, ഹീസ് നോൺ ആസ് ആലത്തൂർ സ്വാമി. ആലത്തൂർ സ്വാമി അറിയപ്പെട്ടത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണ്. ഇവിടെ 2ഉം 4ഉം സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഇനി PSC ഇദ്ദേഹത്തിൻ്റെ കൃതികൾ ചോദിക്കാറുണ്ട്, ഒന്ന് പറയാം. ശിവയോഗ രഹസ്യം, സ്ത്രീ വിദ്യാപോഷിണി, സിദ്ധാനുഭൂതി, മോക്ഷപ്രദീപം, ആനന്ദകൽപദ്രുമം, ആനന്ദസൂത്രം, അങ്ങനെ ആനന്ദ ചേർത്ത് കുറേ കൃതികളുണ്ട്. ആനന്ദ വിമാനം, ആനന്ദ മതപരസ്യം, ആനന്ദ കുമ്മി, ആനന്ദഗാനം, ആനന്ദദർശം, ആനന്ദദർശാംശം ഒക്കെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ്. അതുപോലെ വിഗ്രഹാരാധന ഖണ്ഡനവും രാജയോഗ പരസ്യവും ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഒന്നുകൂടെ പറയാം. ശിവയോഗ രഹസ്യം, സ്ത്രീ വിദ്യാപോഷിണി, സിദ്ധാനുഭൂതി ചോദിച്ചിട്ടുണ്ട്, മോക്ഷപ്രദീപം ചോദിച്ചിട്ടുണ്ട്, രാജയോഗ പരസ്യം, വിഗ്രഹാരാധന ഖണ്ഡനം ഒക്കെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ആനന്ദ ചേർത്ത് വരുന്ന ആനന്ദ കുമ്മിയൊക്കെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ്. ഇതിൽ പലതും ചോദിച്ചിട്ടുള്ളതാണ് PSC. വിച്ച് ഓഫ് ദി ഫോളോയിങ് സോഷ്യൽ റിഫോമർ ഫസ്റ്റ് ടു മേക്ക് മിറർ കോൺസെക്രേഷൻ ഓഫ് സൗത്ത് ഇന്ത്യ? ദക്ഷിണേന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ ആദ്യമായിട്ട് നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്നാണ് ചോദ്യം. വൈകുണ്ഠസ്വാമികളാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഹു റോട്ട് ദി ബുക്ക് കഴിഞ്ഞ കാലം? കഴിഞ്ഞ കാലം എന്നത് ആരുടെ കൃതിയാണ് എന്ന്? ആരുടെയാണ്?
KP കേശവ മേനോൻ്റെയാണ്. KP കേശവ മേനോൻ്റെ ആത്മകഥയുടെ പേരാണ് കഴിഞ്ഞ കാലം. അങ്ങനെയെങ്കിൽ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇവൻറ്റ്സ് ആർ ട്രൂ ഇൻ റിലേറ്റഡ് ടു മലബാർ റിബല്യൻ? മലബാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് എഴുതാനാണ്. മലബാർ റിബല്യൻ ബ്രോക്ക് ഔട്ട് ഇൻ 1925. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല, 1921 മലബാർ ലഹള പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പം അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് വാഗൻ ട്രാജഡി വാസ് ആൻ ഇൻസിഡൻറ്റ് ഡ്യൂറിങ് മലബാർ റിബല്യൻ. മലബാർ ലഹള സമയത്തെ ഒരു ഇൻസിഡൻ്റ് ആണ് വാഗൻ ട്രാജഡി. ശരിയാണ്. മുഹമ്മദ് അലി ആൻഡ് ഷർക്കത്ത് അലി വെയർ ദി ലീഡേഴ്സ് ഓഫ് മലബാർ റിബല്യൻ. മലബാർ ലഹളയുടെ ലീഡേഴ്സ് മുഹമ്മദ് അലിയും ഷർക്കത്ത് അലിയുമാണ് എന്നാണ് പറയുന്നത്. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആലി മുസ്ലിയാറും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുമാണ് മലബാർ ലഹളയുടെ ലീഡേഴ്സ്. പൂക്കോട്ടൂർ വാർ ഇൻ ഓഗസ്റ്റ് 1921 റിലേറ്റഡ് ടു മലബാർ റിബല്യൻ. പൂക്കോട്ടൂർ യുദ്ധം മലബാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2ഉം 4ഉം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ശരി. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഫോംഡ് ഇൻ ദി ഇയർ. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഏത് വർഷമാണ് രൂപീകരിച്ചത്? ഓപ്ഷൻ എ ആണ് ആൻസർ. 1938 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നത്. ഫൈൻഡ് ദി കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഫ്രം ദി ഫോളോയിങ് ഇവൻറ്റ്സ്. താഴെ കൊടുത്തിരിക്കുന്ന 4 ഇവൻറ്റ്സ് അതിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ്. പാലിയം സത്യാഗ്രഹം 1947. വൈക്കം സത്യാഗ്രഹം എന്നാണ് 1924. പുന്നപ്ര വയലാർ അജിറ്റേഷൻ ആണെങ്കിൽ 1946 ഗുരുവായൂർ സത്യാഗ്രഹം 1931 ആദ്യം വരുന്നത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം 1924, 2 അത് കഴിഞ്ഞ് 31 ഗുരുവായൂർ സത്യാഗ്രഹം 4, 2, 4, 3, 1 എന്നുള്ള രീതിയിലായിരിക്കും വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഹൂ പ്രൊക്ലൈംഡ് ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ ട്രാവൻകൂർ ഇൻ 1817? 1817 പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമായിട്ട് കൊടുത്തത് ആരാണ് എന്ന്? ഗൗരി പാർവതിബായി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഗൗരി പാർവതിബായി ആണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമായിട്ട് തിരുവിതാംകൂറിൽ കൊടുത്തത്. അടുത്തത് മാച്ച് ചെയ്യാനാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ വരുന്നത് ഏതാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അടുത്തത് വാഗ്ഭടാനന്ദൻ വരുന്നത് അഭിനവ കേരളമാണ്. 1C 2D എന്നും വന്നു. 1C 2D ഉള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ബിയും ഡിയും ഉണ്ട്. അപ്പം ബാക്കിയും കൂടെ നോക്കണം. ചട്ടമ്പി സ്വാമികൾ വരുന്നത് പ്രാചീന മലയാളമാണ്. അപ്പം 3 വരുന്നത് ബി ആണ്. 3 വരുന്നത് ബി ഉള്ളത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. ശ്രീനാരായണ ഗുരു വരുന്നത് ദർശനമാലയാണ്. ഇനി നമുക്ക് ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും പ്രധാനപ്പെട്ട കൃതികൾ മാത്രം ഒന്ന് നോക്കിപ്പോകാം. കാരണം ഇത് PSC റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ്, വളരെ പ്രധാനപ്പെട്ട കൃതിയാണ് പ്രാചീന മലയാളം. പിന്നെ അദ്വൈത ചിന്താ പദ്ധതി ചോദിക്കാറുള്ളതാണ്. ആദിഭാഷ, പ്രാചീന മലയാളം, അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, വേദാന്ത സാരം, നിജാനന്ദ വിലാസം, സർവമത സാമരസ്യം. ഇത്രയും വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്, ചോദിക്കാറുള്ളതാണ്. ഒന്നുകൂടെ പറയാം. പ്രാചീന മലയാളം, ആദിഭാഷ, അദ്വൈത ചിന്താ പദ്ധതി, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, നിജാനന്ദ വിലാസം. ഇത്രയുമെങ്കിലും ഓർത്തിരിക്കുക. ഇതെപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള കൃതികളാണ്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ഞാൻ പറയാം. ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല. ഈ 3 കൃതികൾ റിപ്പീറ്റഡായിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. അത് ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ നിർവൃതി പഞ്ചകം, അദ്വൈത ദീപിക, ജീവകാരുണ്യ പഞ്ചകം. ജീവകാരുണ്യ നിരൂപണമാണെങ്കിൽ ചട്ടമ്പി സ്വാമികൾ, ജീവകാരുണ്യ പഞ്ചകമാണെങ്കിൽ ശ്രീനാരായണ ഗുരു.
അതുപോലെ തിരിഞ്ഞു പോകുന്നതാണ് ദൈവദശകം. ദൈവദശകവും ആദിഭാഷയും എനിക്ക് തിരിയുന്നതാണ്. ആദിഭാഷ ആരുടെയാണ്? പ്രാചീന മലയാളം എന്തായാലും ചട്ടമ്പി സ്വാമികളുടെ ആണല്ലോ. അപ്പോൾ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ആദിഭാഷയും ചട്ടമ്പി സ്വാമികളുടെയാണ്. അതുപോലെ ദർശനമാല, ദൈവദശകമൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. ശിവശതകം, കുണ്ടലിനി പാട്ട്, ജാതി ലക്ഷണം ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. അതുപോലെ തന്നെ ഇവിടെ ചേരുംപടി ചേർക്കാൻ വാഗ്ഭടാനന്ദനുണ്ട്. അദ്ദേഹത്തെ പറ്റിയും PSC റിപ്പീറ്റഡായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി നമുക്കൊന്ന് അതിൻ്റെ പ്രധാനപ്പെട്ടത് മാത്രം നമുക്കൊന്ന് നോക്കിപ്പോകാം. കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിൽ 1885 ഇദ്ദേഹം ജനിക്കുന്നത്. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പിന്നീടാണ് വാഗ്ഭടാനന്ദൻ എന്നറിയപ്പെടുന്നത്. വാഗ്ഭടാനന്ദൻ എന്ന പേര് അദ്ദേഹത്തിന് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദൻ എന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. പിന്നീട് വാഗ്ഭടാനന്ദൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടത്. VK ഗുരുക്കൾ എന്നും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നത് 1917 അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായിട്ടുള്ള ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി സ്ഥാപിച്ച സംഘടനയായിരുന്നു ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല മലബാറായിരുന്നു. ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. സ്വതന്ത്ര ചിന്താമണി ആരുടെയാണ് എന്ന് ചോദിക്കും. വാഗ്ഭടാനന്ദൻ്റേതാണ്. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. 1921 അഭിനവ കേരളം ആരംഭിക്കുന്നത്. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ഇതായിരുന്നു അഭിനവ കേരളത്തിൻ്റെ ആപ്തവാക്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഇൻ റിലേറ്റഡ് ടു വക്കം അബ്ദുൽ ഖാദർ മൗലവി? വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് എഴുതാനാണ്. ഹി വാസ് ബോൺ ഇൻ 1870 അറ്റ് ചിറയൻകീഴ് താലൂക്ക്. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1873 അദ്ദേഹം ജനിക്കുന്നത്. ഹി എൻകറേജ്ഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. അദ്ദേഹം പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. ശരിയാണ്. ഹി വാസ് ദി ഫൗണ്ടർ ഓഫ് മലബാർ മുസ്ലിം മഹാസഭ. മലബാർ മുസ്ലിം മഹാസഭ സ്ഥാപിച്ചത് അദ്ദേഹമാണ് എന്ന് പറയുന്നു. തെറ്റാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയാണ് അദ്ദേഹം സ്ഥാപിച്ചത്. ഹി വാസ് ദി ഫൗണ്ടർ ഓഫ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് എന്ന് പറയുന്നു. ശരിയാണ്. ഓപ്ഷൻ C ആണ് ശരി. 2ഉം 4ഉം ശരി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി PSC ചോദിക്കാറുണ്ട്. നമുക്കതൊന്ന് നോക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അദ്ദേഹം ജനിക്കുന്നത് 1873 1873 തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ വക്കം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1905 ജനുവരി 19 അദ്ദേഹം സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്നത് CP ഗോവിന്ദപിള്ളയായിരുന്നു. പിന്നീട് 1906 രാമകൃഷ്ണപിള്ള പത്രാധിപരായിട്ട് വരുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രധാനപ്പെട്ട മാസികകൾ ചോദിക്കാറുണ്ട്. മുസ്ലിം 1906 ആരംഭിക്കുന്നത്. മുസ്ലിം. അൽ ഇസ്ലാം അത് അറബി മലയാളം പത്രമാണ്. 1918 ആരംഭിക്കുന്നത്. പിന്നീട് ദീപിക 1931 ആരംഭിക്കുന്ന പത്രമാണ്. അങ്ങനെ 3 മാസികകളാണ് ഇദ്ദേഹത്തിൻ്റേതുള്ളത്. മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. ഇദ്ദേഹത്തിൻ്റെ സംഘടനകൾ നമുക്ക് നോക്കാം. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ ഇദ്ദേഹത്തിൻ്റെ സംഘടനയാണ്. ഐക്യ മുസ്ലിം സംഘം കൊടുങ്ങല്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഐക്യ മുസ്ലിം സംഘം സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ സംഘടനകൾ. ഒന്നുകൂടെ പറയാം. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, ഐക്യ മുസ്ലിം സംഘം, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ സംഘടനകൾ. ദ ഓതർ ഓഫ് 1.25 കോടി മലയാളികൾ. ആരാണ് 1.25 കോടി മലയാളികൾ എന്ന കൃതി എഴുതിയത്? EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. EMS ആണ്. ഓപ്ഷൻ C ആണ് ആൻസർ. അടുത്തത്
breast cloth agitation of dash one of the early struggles to protect social justice. ഏതാണ്? മാറുമറയ്ക്കൽ സമരത്തെ പറ്റിയാണ് പറയുന്നത്. ഏതാണ് ഇതിൽ വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ, സൗത്ത് ട്രാവൻകൂർ. എവിടെയാണ് മാറുമറയ്ക്കൽ സമരം നടന്നത്? സൗത്ത് ട്രാവൻകൂറിലാണ് നടന്നത്. ആത്മാനുതാപം ഈസ് റിട്ടൺ ബൈ. ആത്മാനുതാപം ആരുടെ കൃതിയാണ് എന്നാണ് ചോദ്യം. മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെയാണ് ആത്മാനുതാപം. അദ്ദേഹത്തിൻ്റെ ധ്യാനസല്ലാപങ്ങൾ അതുപോലെ അനസ്താഷ്യയുടെ രക്തസാക്ഷിത്വം, ഈ 2 കൃതികളും PSC ചോദിക്കാറുണ്ട്, ഓർത്തിരിക്കുക. അടുത്തത് ദ മെയിൻ തീം ഓഫ് ദി ഡ്രാമ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഈസ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്, നമുക്കറിയാം. അതിൻ്റെ തീം എന്താണ് എന്നാണ് ചോദ്യം. 4 കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇൽ ട്രീറ്റ്മെൻറ്റ് മെറ്റഡ് ഔട്ട് ടു ദി നമ്പൂതിരി വുമൺ എന്നുള്ളതാണ്. ഇൻ 1936 ഹങ്കർ സ്ട്രൈക്ക് വാസ് ഓർഗനൈസ്ഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് AK ഗോപാലൻ ഫ്രം. എവിടെ നിന്ന് എവിടോട്ട് എന്നാണ് ചോദ്യം. പട്ടിണി ജാഥ 1936 AK ഗോപാലനാണ് നയിച്ചത്. എവിടെ നിന്ന് എവിടേക്ക് എന്നാണ് ചോദ്യം. കണ്ണൂർ ടു മദ്രാസ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. എ ഹൈലൈറ്റ് ഓഫ് ഡാഷ് വാസ് ദി സവർണ ജാഥ ഓർഗനൈസ്ഡ് ബൈ മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ നയിച്ചതാണ് സവർണ ജാഥ എന്ന് നമുക്കറിയാം. അതിൻ്റെ ഹൈലൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത്, വൈക്കം സത്യാഗ്രഹമാണ്. സവർണ ജാഥയുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. ദി മെമ്പേഴ്സ് ഓഫ് സവർണ ജാഥ കെയിം ടു തിരുവനന്തപുരം ആൻഡ് സബ്മിറ്റഡ് ദെയർ ഡിമാൻഡ് ബിഫോർ ദി റൂളർ. സവർണ ജാഥയിലെ അംഗങ്ങൾ ആർക്കാണ് നിവേദനം സമർപ്പിച്ചത് എന്നാണ്. റീജന്റ് സേതു ലക്ഷ്മി ഭായിക്കാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സവർണ ജാഥയിലുള്ള അംഗങ്ങൾ നിവേദനം സമർപ്പിച്ചത് ആർക്കാണ്? റീജന്റ് സേതു ലക്ഷ്മി ഭായിക്കാണ്. അടുത്തത് ഇരമൻ തമ്പി കമ്പോസ്ഡ് 3 ഫേമസ് ആട്ടക്കഥ ഉത്തര സ്വയംവരം, കീചകവധം ആൻഡ്. ഉത്തര സ്വയംവരവും കീചകവധവും പിന്നെ ഏതും കൂടിയാണ്? 3 ആട്ടക്കഥകളാണ് ഇരമൻ തമ്പി രചിച്ചത്. അതിൽ മൂന്നാമത്തേത് ഏതാണ് എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ദക്ഷയാഗമാണ്. എ ഫേമസ് പോയം ബാലികാ മതം റിട്ടൺ ബൈ ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, സർദാർ KM പണിക്കരാണ്. അദ്ദേഹത്തിൻ്റെ പോയമാണ് ബാലികാ മതം. ഹു ഈസ് ക്രെഡിറ്റഡ് വിത്ത് റൈറ്റിംഗ് ദി സംസ്കൃത് മഹാകാവ്യ വിശാഖ വിജയ. വിശാഖ വിജയ ആരുടേതാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റേതാണ്. സംസ്കൃത മഹാകാവ്യമാണ് വിശാഖ വിജയം. അത് എഴുതിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് റിഫോം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദിവാൻ ഗോവിന്ദ മേനോൻ ടു കമ്മമറേറ്റ് ദി ജൂബിലി ഓഫ് ക്യൂൻ വിക്ടോറിയ. ക്യൂൻ വിക്ടോറിയയുടെ ജൂബിലി അനുസ്മരിച്ച് ദിവാൻ ഗോവിന്ദ മേനോൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഓപ്പണിംഗ് ദി ഫസ്റ്റ് സ്കൂൾ ഫോർ ഗേൾസ് ഇൻ കൊച്ചിൻ സ്റ്റേറ്റ് അറ്റ് തൃശ്ശൂർ. വിച്ച് പ്രൊവിഷൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഇക്വാളിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്? തുല്യ ജോലി ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, അവസര സമത്വം. ഏതാണ്? ആർട്ടിക്കിൾ 16 ആണ്. വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് ആർട്ടിക്കിൾ 17 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇറാഡിക്കേറ്റിംഗ് അൺടച്ചബിലിറ്റി ആണ്, തൊട്ടുകൂടായ്മയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ലിറ്ററൽ മീനിങ് ഓഫ് ദി ടേം മാൻഡമസ്. മാൻഡമസിൻ്റെ മീനിങ് എന്താണ്? വി കമാൻഡ് എന്നുള്ളതാണ്. നാം ആജ്ഞാപിക്കുന്നു, നാം കൽപ്പിക്കുന്നു എന്നുള്ളതാണ് മാൻഡമസിൻ്റേത്. വാട്ട് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഡിഡ് ദി 86th Amendment Act bring about the Indian Constitution? 86ാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം എന്ത് മാറ്റമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായത്? അഡീഷൻ ഓഫ് ആർട്ടിക്കിൾ 21A ആണ്. ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. വിദ്യാഭ്യാസം മൗലിക കടമയായിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് 86th Amendment Act. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യന്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ട്രാഫിക് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആൻഡ്
ഓൾ ഫോംസ് ഓഫ് ബാൻഡഡ് ലേബർ. അടിമത്തത്തെ പറ്റി പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 23 ബാലവേലയാണെങ്കിൽ 24 വരും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് അടിമത്തമാണ്. അടിമത്ത നിരോധനം പറയുന്നത് ആർട്ടിക്കിൾ 23. വിച്ച് പോയറ്റ്സ് വർക്ക് കണ്ടെയ്ൻ ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് റൂറൽ ലൈഫ് ഇൻ കേരള? ഏതാണ്? അത് പറഞ്ഞിട്ടില്ല, അത് ഡിലീറ്റഡ് ആണ്. ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഡിലീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണത്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിങ് വിച്ച് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഡിഡ് 10 അമെൻമെൻറ്റ്സ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടേക്ക് പ്ലേസ്? നമ്മുടെ ഭരണഘടനയിൽ 10 ഭേദഗതികൾ ഈ ഒരു ചെറിയ കാലയളവിൽ വന്നു. ആ കാലയളവാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 2001, 2003 കാലയളവിലാണ് 10 ഭേദഗതികളാണ് വന്നത്. നെയിം ദി കേസ് ഇൻ വിച്ച് ജുഡീഷ്യറി അഡ്വാൻസ്ഡ് ദി തിയറി ഓഫ് ബേസിക് സ്ട്രക്ചർ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ കേശവാനന്ദ ഭാരതി കേസാണ്. 1973 കേസാണ്. ഇന്ത്യയുടെ പാർലമെൻറ്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാം, പക്ഷേ അത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിച്ചുകൊണ്ടാവരുത് എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. 1973 ഏപ്രിൽ 24 കേസിൻ്റെ വിധി വരുന്നത്. അടുത്തത് ബേറുബാരി കേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. 1960 കേസാണ്. ആമുഖം വേറെ, അതുപോലെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വേറെ എന്ന് വിധിച്ച കേസാണ് ബേറുബാരി കേസ്. മിനർവ മിൽ കേസ് 1980 കേസാണ്. വർഷം ചോദിക്കാറുണ്ട്. ഗോരഖ്നാഥ് കേസാണെങ്കിൽ 67 1967 കേസാണ്. SR ബൊമ്മൈ കേസ് 1994 കേസാണ്. Who introduced reforms such as abolition of compulsory labor and the slave trade in Cochin state during the late 19th century? 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കൊച്ചിയിൽ അടിമത്തം നിർത്തലാക്കിയ ദിവാൻ ആരാണ് എന്നാണ് ചോദിച്ചത്. ദിവാൻ ചങ്കുണ്ണി മേനോനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ